ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ്. ഇന്ന് നമുക്കൊരു റെഡ് ചില്ലി സോസ് തയ്യാറാക്കിയാലോ. വളരെ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. അതിന് പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കാതെ നമുക്ക് എളുപ്പം ചെയ്തെടുക്കാം. അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കിയാലോ. നമ്മളിതിന് വേണ്ടിയിട്ട് ഒരു 10-25 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം നമ്മളൊന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് തിളച്ചാൽ മാത്രം മതിയാവും. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ആറുമ്പം നമുക്ക് നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്താണ് അരയ്ക്കേണ്ടത്. ഒരു 10-12 വെളുത്തുള്ളി അല്ലിയും ഒരു 3-4 കഷ്ണം ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് നമ്മൾ മുളക് വറ്റിൽ മിക്സിയിൽ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. പാനിൽ കുറച്ച് എണ്ണ ചേർത്തിട്ട് നമുക്ക് അരച്ച പേസ്റ്റ് അരിച്ച് വേണം എടുക്കാൻ. നല്ലപോലെ അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ കൈവിടാതെ ഇളക്കണം. ആദ്യം ഒന്ന് സിമ്മിൽ ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ സിമ്മിൽ വെച്ചാൽ മതിയാവും. നല്ലപോലെ അത് ഇളക്കിക്കൊണ്ട് ഇരിക്കണം. നമുക്കത് കുറച്ച് കഴിയുമ്പം തിളച്ച് വരും. നമുക്കിപ്പോൾ കുറച്ച് ഒരു 2 തക്കാളിക്ക കൂടെ അരച്ച പേസ്റ്റും ചേർത്ത് അതും വീണ്ടും നല്ലപോലെ ഇളക്കി എടുക്കാം. നമുക്കിനി വേണ്ടത് ഒരു മധുരത്തിന് കുറച്ചൊരു 3-4 സ്പൂൺ പഞ്ചസാര ചേർക്കാം. പിന്നെ വിനാഗിരി പുളിക്ക് വേണ്ടിയിട്ട് ചേർക്കാം. വിനാഗിരി ഇഷ്ടമല്ലെങ്കിൽ നാരങ്ങ നീര് ചേർത്താലും മതിയാവും. പഞ്ചസാരയും ചേർത്ത് വീണ്ടും നല്ലപോലെ ഇളക്കണം. ഇളക്കിയത് നല്ലപോലെ വറ്റി വരണം. നമ്മൾ വേണ്ടുന്ന കുറച്ച് ഉപ്പ് ചേർത്താൽ മതിയാവും. നമ്മൾ ചില്ലി സോസ് മറ്റുള്ള ഡിഷിനൂടെ ചേർത്താണല്ലോ കഴിക്കാറുള്ളത്. അപ്പോൾ കൂടുതൽ ഉപ്പ് ഇതിനാവശ്യമില്ല. നമുക്ക് കുറച്ച് വിനാഗിരിയും ചേർക്കാം. ഒരു 2 സ്പൂൺ വിനാഗിരിയും ചേർത്ത്, വിനാഗിരി ചേർക്കാൻ താല്പര്യമില്ലാത്തവർ നാരങ്ങ നീര് ചേർത്താലും മതിയാവും. ഇത് നല്ലപോലെ വീണ്ടും ഇളക്കാം. ഇത് കുറച്ച് തിളച്ച് വരുമ്പോൾ ഇത് തെറിച്ച് വീഴാൻ സാധ്യതയുണ്ട്. നമ്മൾ കുറച്ച് ദൂരെ നിന്നും സിമ്മി വെച്ച് നല്ലപോലെ ഒന്ന് അടച്ച് നമുക്ക് അത് വറ്റിച്ചെടുക്കണം. കുറച്ചും കൂടെ വറ്റി വരണം. അപ്പോൾ കുറച്ചും കൂടെ വറ്റി വന്നിട്ടുണ്ട്. ഇത് പാകമായി വരുന്നുണ്ട്. നമുക്ക് വീണ്ടും നല്ലപോലെ ഇളക്കി കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആറുമ്പം ഒരു ചിൽ ബോട്ടിൽ സൂക്ഷിക്കാം. നമുക്കത് തണുക്കുമ്പോൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും കുറേ നാൾ ഒരു 10-25 ദിവസം കേടുകൂടാതെ ഇരിക്കും. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.